ചടങ്ങ് നമുക്ക് ഇവിടെ വെച്ച് നടത്തിയാ പോരെ? അത് അർച്ചന എന്തു പറയുന്നു? എവിടെ വെച്ച് നടത്തിയാലും എനിക്ക് സന്തോഷം. ഇതിന്റെ പേരിൽ ആരെയും വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നെല്ലിശ്ശേരിയും വൃന്ദാവനവും രണ്ടും നമുക്കൊരുപോലെയല്ലേ? ഒരു വേർതിരിവും നമ്മുടെ രണ്ട് വീടുകളും തമ്മിലില്ല. അത് അർച്ചനയെ എന്റെ മരുമകളായിട്ടല്ല, മകളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതറിയാം. ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടത്താൻ നിങ്ങൾ സമ്മതിക്കണം. കമലയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അയ്യോ അയ്യോ, അർച്ചനയോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പകരമായി അവളെ ഹോസ്പിറ്റലിൽ നേരെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അത് സാധിച്ചില്ല. സത്യം പറഞ്ഞ അന്ന് അവൾ ആശുപത്രിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു. എന്റെ മോൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന വലിയ സങ്കടമായിരുന്നു. എന്റെ ഈ ആഗ്രഹമെങ്കിലും കമല അനുവദിച്ചു തരണം. അങ്കിള് പറയുന്നത് ശരിയാണ് അല്ലേ അമ്മേ? അനുപേട്ടന് എന്ത് തോന്നുന്നു? ഞാനെന്ത് പറയാനാ, അമ്മ തീരുമാനിക്കട്ടെ. അല്ല, ഞാനിനിയിപ്പോ എന്ത് തീരുമാനിക്കാനാ? സേതുവേട്ടനൊരാഗ്രഹം പറയുമ്പോ ഞാനെങ്ങനെ അതിനെ എതിർക്കാനാ? അയ്യോ, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. സേതുവേട്ടന് ഇഷ്ടം അതാണെങ്കിൽ പിന്നെ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എനിക്കതിലൊരു പ്രയാസമില്ല. കൊള്ളാം. അമ്മ ഒറ്റയടിക്ക് കാലി മാറി. ഇന്നലെ രാത്രി അവിടെ എന്തൊക്കെ ബഹളായിരുന്നു എന്നറിയോ? അയ്യോ, വെറുതെ അടി. ഇപ്പൊ ഇവിടെ വന്ന് അങ്കിളിനോട് സംസാരിച്ചപ്പോ ദാ നടക്കുന്നു. അഭിപ്രായം ഇരുമ്പോലൊക്കെ എല്ലാം ഇപ്പൊ മനസ്സിലായില്ലേ? അതെ. ആ, അമ്മയെ വല്ല തെരഞ്ഞെടുപ്പിലും കൊണ്ട് നിർത്തണം. എവിടെയാണെങ്കിലും ജയിച്ചോളി. കമലയുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് ഇതിനെ സമ്മതിച്ചത്. ആ, അതെ. അതിന് കമലയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അയ്യോ, അതൊന്നും വേണ്ട. ഇങ്ങനെ പുകഴ്ത്തല്ലേ അച്ഛാ, അമ്മേ ആകാശം മുട്ടിപ്പോവും. നീ എന്ന് പോടി. അല്ലെങ്കിൽ എനിക്ക് നല്ല മനസ്സാന്ന് ആർക്കാ അറിയാത്തത് അല്ലേ? ആ, അല്ല, തീരുമാനങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് ബാക്കിയൊക്കെ സദ്യ കഴിഞ്ഞിട്ടോ? ആ മതി. അതിനിടയ്ക്ക് സദ്യ റെഡിയായോ? ഇവിടെ എല്ലാം റെഡിയാ, നിങ്ങൾ വന്ന് കഴിച്ചാൽ മാത്രം മതി.